ഇവിടെ തൈപ്പൂയ കാവടി മഹോത്സവമാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ വർഷത്തെ തൈപ്പൂയ കാവടി എന്ന് പറയുന്നത് ഫെബ്രുവരി 2-ാം തീയതി ആരംഭിച്ച് 11-ാം തീയതി കാവടിയോടുകൂടി സമാപിക്കും. അതായത് തൈപ്പൂയത്തിന് ഒരു 10 ദിവസം മുന്നേ ആരംഭിച്ച് തൈപ്പൂയത്തോടുകൂടി കാവടി ഘോഷയാത്ര, പിന്നെ ആറാട്ട്, അങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. തൈപ്പൂയം എന്ന് പറയുന്നത് ഭഗവാന് പാർവതീദേവി ശക്തിവേൽ കൊടുക്കുന്ന ആ ഒരു ദിവസമാണ് തൈപ്പൂയം എന്നാണ് തമിഴ്നാട്ടിൽ ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. അപ്പോൾ ഭഗവാന് പാർവതീദേവി തൻ്റെ ശക്തിയെല്ലാം ആവാഹിച്ചുകൊണ്ട് താരകാസുരനെ വധിക്കാനായി ഒരു വേൽ കൊടുക്കുന്നു. അതാണ് ശക്തിവേൽ. അങ്ങനെയാണ് ഭഗവാൻ വേലായുധനായി മാറുന്നത്. പിന്നെ തൈപ്പൂയത്തിൻ്റെ പ്രത്യേക വ്രതമെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സാധാരണ ഷഷ്ഠി വ്രതം തന്നെയാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട. അത് തന്നെയാണ് ഇതിലും നോക്കേണ്ടത് തന്നെയാണ്. പിന്നെ കാവടി അഭിഷേകം ഉള്ളിടത്താണ് നമ്മൾ വ്രതം നോക്കുന്ന അമ്പലത്തിൽ പോവുകയാണെങ്കിൽ കാവടി അഭിഷേകം കഴിഞ്ഞിട്ടേ ആഹാരം കഴിക്കാവൂ.